الحمد لله رب العالمين نحمده ونستعينه ونستهديه ونسترشده ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا وأسوتنا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كلام الله وأصدق الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله وإماء الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم ذلك أزكى لهم إن الله خبير بما يصنعون صدق الله مولانا العظيم. സ്നേഹധന്യരായ വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചും ഉപദേശ നിർദ്ദേശങ്ങൾ പിൻപറ്റിയും ജീവിക്കണമെന്നാണ്, തഖ്വയോടുകൂടി ജീവിക്കണമെന്നാണ് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രശംസനവൻ്റെ സ്വാലിഹുകളും സച്ചരിതരുമായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈയിടെ നമ്മുടെ സംസ്ഥാന സർക്കാർ പുറത്തുവിട്ട നമ്മുടെ സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട വളരെ ഞെട്ടിപ്പിക്കുന്ന, അതേസമയം അത്രമേൽ നമുക്കൊന്നും രഹസ്യമല്ലാത്ത ഒരു റിപ്പോർട്ടിനെ സംബന്ധിച്ചാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പുരോഗമന നാട്യങ്ങളും ലിബറൽ ചിന്താഗതികളും നാം നേടിയെന്ന് പറയുന്ന കുതിച്ചുചാട്ടവുമെല്ലാം യഥാർത്ഥത്തിൽ എന്തായിരുന്നു, അതല്ലെങ്കിൽ എന്താണ് എന്ന് നമ്മളോട് ഒരു മറയുമില്ലാതെ പറഞ്ഞു തരുന്ന റിപ്പോർട്ടാണ് നമ്മളുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെന്തിനാണ് ഈ സന്ദർഭത്തിൽ നമുക്കിത് പറയേണ്ടി വരുന്നത് എന്ന് ചിലപ്പോൾ നിങ്ങൾ ആലോചിച്ചേക്കാം. കാരണം സമൂഹത്തിൽ പിന്തുടരപ്പെടാൻ എന്തുകൊണ്ടും അർഹരായ ആളുകൾ, റോൾ മോഡലായി നമ്മൾ മനസ്സിലാക്കാൻ ബാധ്യസ്ഥരാണെന്ന് യുവസമൂഹവും പൊതുതലമുറയും ഒക്കെ മനസ്സിലാക്കുന്ന ആളുകൾ അവരുടെ വ്യക്തി ജീവിതത്തെ സംബന്ധിച്ചുള്ള
ഒരുപക്ഷെ ആ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടേതല്ല, ആ മേഖലയുമായി തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്ന അങ്ങേയറ്റത്തെ കളങ്കപൂർണമായ നടപടികളെ കുറിച്ചാണ് ആ റിപ്പോർട്ട് സംസാരിക്കുന്നത്. ഏറ്റവും നന്നായി നമുക്ക് മുമ്പിൽ കുടുംബജീവിതം അവതരിപ്പിക്കുന്ന ആളുകൾ അവരാണ് കുടുംബജീവിതത്തിൽ ഏറ്റവും പരാജയപ്പെട്ട ആളുകൾ. ഏറ്റവും നന്നായി നമ്മളോട് തത്വങ്ങൾ അഭിനയിച്ച് പറഞ്ഞു തരുന്ന ആളുകളാണ് സാരോപദേശ പ്രധാനമല്ലാത്തൊരു ജീവിതം നയിച്ചുകൊണ്ട് നമുക്ക് മുമ്പിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു വരികയാണ്. ഇവിടെയാണ് നമുക്ക് വളരെ അടിസ്ഥാനപരമായ ഇസ്ലാമിൻ്റെ ഒരു കാര്യം, സദാചാര വിശുദ്ധിയും ധാർമ്മിക മൂല്യങ്ങളും ബോധവുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഈ സന്ദർഭത്തെ മുൻനിർത്തി നമുക്ക് പറയണം എന്നത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. നമുക്കറിയാം, മതം എന്നുള്ളത്, പ്രത്യേകിച്ചും ഇസ്ലാം എന്നുള്ളത്, അതൊരു 6-ാം നൂറ്റാണ്ടിലെ വളരെ പരിഷ്കൃതമായ ഒരു ഉരുക്കുകോട്ടയാണ്. നമ്മളൊക്കെ എന്ത് വില കൊടുത്തും അതിനെ നശിപ്പിക്കേണ്ടതാണ് എന്ന് മതമൂല്യങ്ങൾക്കെതിരെ വിറളി പിടിച്ചുകൊണ്ട് ആളുകൾ ഉറഞ്ഞു തുള്ളുന്നതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ജീവിതവുമായി ബന്ധപ്പെട്ട മൂല്യങ്ങളെ ഇസ്ലാം എണ്ണിപ്പറയുന്നു എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ നിങ്ങൾ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, നിങ്ങൾ ആളുകൾക്ക് സക്കാത്ത് കൊടുക്കുന്നു, നിങ്ങൾ പോയി ഹജ്ജ് ചെയ്യുന്നു, ഇതിൻ്റെ പേരിൽ മാത്രമായി ഏതെങ്കിലും ഒരു ഇസ്ലാമിനോടൊരു ശത്രുതയോ കൊലവിളിയോ ഒന്നും സമൂഹത്തിലില്ല. മറിച്ച് അത് നിങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സദാചാര വിശുദ്ധിയെക്കുറിച്ച് അത് സംസാരിക്കുമ്പോൾ, ധാർമ്മിക മൂല്യങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ജീവിത വീക്ഷണമാകണം നിങ്ങൾക്കുണ്ടാകേണ്ടതെന്ന് പറയുമ്പോൾ അത് ഉടനെ അത് 6-ാം നൂറ്റാണ്ടിൻ്റെ ദർശനമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് പിന്തിരിപ്പൻ മതവും പുരോഗമന മതേതരത്വവും, അതല്ലെങ്കിൽ മതത്തെ പടിയടച്ച് പിണ്ടം വെച്ച മറ്റെല്ലാ തത്വശാസ്ത്രങ്ങളും, പ്രത്യേകിച്ചും ഇസ്ലാമിനെതിരെ കലിതുള്ളിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും വലിയ രീതിയിൽ ഉത്തരം പറയേണ്ടുന്ന കുറേ കാര്യങ്ങളാണ് ഏറ്റവും ചുരുങ്ങിയത് പുതുതായി സർക്കാർ പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ടിലുള്ളത്. സമൂഹത്തിലെ മാസ് മീഡിയ ആയിട്ട് അറിയപ്പെടുന്ന സിനിമാ മേഖല, അതല്ലെങ്കിൽ സിനിമ, ഇവിടങ്ങളിൽ ആളുകൾ ഹെയർ സ്റ്റൈൽ മുതൽ വസ്ത്രധാരണം മുതൽ അവരുടെ ഫിസിക്ക് മുതൽ അവരുടെ ശാരീരിക ഘടന മുതൽ തങ്ങളുടെ റോൾ മോഡലുകളായി മനസ്സിലാക്കപ്പെടുന്ന ആളുകൾ അവരൊന്നും അത്രമേൽ പ്രിയപ്പെട്ടവരല്ല എന്ന് അവരുടെ മേഖലയിൽ വർക്ക് ചെയ്യുന്ന അവരുടെ കൊളീഗുകൾ, അവരുടെ സഹപ്രവർത്തകർ, അത് തന്നെയും വനിതാ സഹപ്രവർത്തകർ തുറന്നു പറയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് യഥാർത്ഥത്തിൽ ആ മേഖലയുമായി മാത്രം ബന്ധപ്പെടുത്തി പറയേണ്ടതാണോ എന്ന് നമുക്ക് ആലോചിക്കാം. പക്ഷെ നമുക്ക് മുമ്പിൽ ഇപ്പോഴുള്ളത് അതിൻ്റെ ഒരു സാഹചര്യമായതുകൊണ്ട് അതിനെ മുൻനിർത്തി പറഞ്ഞു, പരാമർശിച്ചു എന്നേ ഉള്ളൂ. എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രശ്നം എന്നന്വേഷിക്കുന്ന സമയത്ത് സദാചാര വിശുദ്ധിയുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങൾ ഞങ്ങൾക്കിനി വേണ്ട, ധാർമ്മികതയുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ ഇനി ലോകത്തിന് ആവശ്യമില്ല, ഇതെന്നോ കൈയൊഴിഞ്ഞൊരു കാര്യമാണ്. കുടുംബവും ദാമ്പത്യ ജീവിതവും തന്നെ ആവശ്യമില്ല. എല്ലാവർക്കും കാളയ്ക്ക് ഇന്നൊരു വേളി, നാളെ മറ്റൊരു വേളി, മറ്റന്നാൾ വേറൊരു വേളി എന്നൊക്കെ പറഞ്ഞതുപോലെ കുടുംബജീവിതം ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് പേരിനൊരു കുടുംബജീവിതം, അതിനപ്പുറം നിങ്ങൾക്ക് അവിഹിത ബന്ധങ്ങളും അനധികൃതമായ നിങ്ങളുടെ സൗഹൃദങ്ങളും ഒക്കെ നിങ്ങൾക്ക് വെച്ചു പുലർത്താൻ പറ്റുന്ന ഒരു സാമൂഹിക ഘടന നമുക്കുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു കാഴ്ചപ്പാടാണ്,
നമുക്കിടയിൽ ഏതെങ്കിലും ഒരാൾക്കുള്ള പ്രശ്നമാണ് എന്നൊന്നും ഇതിനെ നമ്മൾ ചെറുതായി മനസ്സിലാക്കി കാണരുത്. അതിനേക്കാൾ കൂടുതൽ ഇതൊരു വ്യാപകമായൊരു പ്രവണതയായി. കുറച്ചൊക്കെ നമ്മൾ നേരത്തെ പറയാൻ അറച്ചിരുന്ന കാര്യങ്ങൾ നമ്മളുടെ ദൃശ്യ പത്രമാധ്യമങ്ങളിൽ ചർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. നേരത്തെ ആണും പെണ്ണും തമ്മിലുള്ള ബന്ധങ്ങളുടെ അതിരുകളെക്കുറിച്ചും അതിരടയാളങ്ങളെക്കുറിച്ചുമാണ് നമുക്ക് സംസാരിക്കാനുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ലൈംഗികമായ ആഭിമുഖ്യം എന്നുള്ളത് മനുഷ്യരുടേത് അങ്ങനെ തന്നെ വേണോ എന്നൊരു ചർച്ചയുള്ളൊരു കാലമാണ്. എല്ലും ജിയും ബിയും ടിയും ക്യൂയും എയും ഐയും പ്ലസും ഒക്കെയായി ഒരു മനുഷ്യന്റെ ലൈംഗികാഭിമുഖ്യങ്ങൾ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ ഈ ലൈംഗികാഭിമുഖ്യമാണ് അവരെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. അതിപ്പോൾ ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും തന്നെ ഉണ്ടാകണമെന്നില്ല. അത് ആണിനോടും പെണ്ണിന് പെണ്ണിനോടും അതല്ലെങ്കിൽ അത് തന്നെ രണ്ടുമായും ഒക്കെ ആകാം. ഇതൊരു തിയറിയായി പഠിപ്പിക്കപ്പെടുന്ന ജനറൽ ന്യൂട്രാലിറ്റിയെയും ജനറൽ ഫ്ലൂയിഡിറ്റിയെയും എല്ലാം ഇടകലർത്തി പഠിപ്പിക്കപ്പെടുന്ന സിസ്റ്റം പോലുമുള്ള ഒരു സംസ്ഥാനത്താണ്, ഒരു പരിസരത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അടുത്ത തലമുറയിൽ ഏൽപ്പിക്കാൻ പോകുന്ന പരിക്ക്, അതിൻ്റെ ഏറ്റവും പ്രകടമായ രൂപങ്ങൾ ഇനിയും നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇതിനെതിരെ നിന്ന് സംസാരിക്കേണ്ടി വരുന്നത്? അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇതിന് മാത്രം നേരെ പുരികം വളച്ച് സംസാരിക്കേണ്ടുന്ന എന്ത് പ്രശ്നമാണ് ഇതിന് പിന്നിലുള്ളത്? ഇപ്പോൾ ഇസ്ലാം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, ഇത് അള്ളാഹുവിൻ്റെ ഹിമയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് അള്ളാഹുവിൻ്റെ സംരക്ഷിത അതിർത്തികളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ സാമ്പത്തിക വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് അതിനിടയിലാണ് ഈ ഖുത്ബ സംഭവിക്കുന്നത്. ഈ സാമ്പത്തിക സദാചാര വിഷയങ്ങളിലുള്ള ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട്, നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ അനാവശ്യങ്ങളുണ്ടോ അതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. അതിൽ ഇടപെട്ടുകൊണ്ട് നിങ്ങളുടെ മാന്യത തെളിയിക്കുക എന്നുള്ളതല്ല. ഉദാഹരണത്തിന് ധാർമ്മികവും സദാചാരവുമായ മര്യാദകൾ നിങ്ങൾക്ക് പാലിക്കാൻ നിങ്ങൾക്കത് സാധിക്കുന്നില്ല എങ്കിൽ ഇസ്ലാം പറയുന്നത് വലാ തഖ്റബു സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല പറയുന്നത്. വലാ തഖ്റബു സിനാ, നിങ്ങൾ സിനയുടെ അടുത്തേക്ക് പോകരുത്, സിനയുടെ വഴിയെ നീങ്ങരുത്, വ്യഭിചാരത്തിന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കരുത്. കാരണം ആ വഴി പ്രശ്നമുള്ള വഴിയാണ്. കാരണം ആ വഴി നിന്നെയും കൊണ്ടേ പോകൂ. വസാഅ സബീല, ഏറ്റവും മോശപ്പെട്ട വഴിയാണ്. ദ ഈസിയസ്റ്റ് ക്രൈം ടു കമ്മിറ്റ്, മനുഷ്യന് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്രൈം അതാണ് വ്യഭിചാരം. കാരണം മനുഷ്യരുടെ ചെറിയൊരു കൺസെന്റ്, ചെറിയ പരസ്പരമായ സമ്മതം, ഉഭയകക്ഷി സമ്മതം. ഇപ്പൊ ഉഭയകക്ഷി സമ്മതങ്ങളൊക്കെ പിന്നീട് പരാതിയായിട്ട് വരുന്ന ഒരു കാലമാണ്. ഇപ്പോൾ ഉള്ള പല കാര്യങ്ങളും പിന്നീട് പരാതിയാണ്. അത് വേറെ തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. ഇതിൽ പലരുടെയും ഈ വിധി പ്രസ്താവങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കൊരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. അവരുടെ നടിമാരുടെ അമ്മമാർ പോലും കരുതുന്ന റിപ്പോർട്ട് പറയുന്ന അങ്ങനെയാണ്. റിപ്പോർട്ട് പറയുന്നത് അമ്മമാർ പോലും കരുതുന്നത് തങ്ങളുടെ മക്കൾക്കൊരു പ്രശസ്തി കിട്ടുന്നതിന് ഇങ്ങനെ വഴങ്ങിക്കൊടുക്കുന്നതിൽ ഒരു തടസ്സവുമില്ല. അതിലിപ്പോൾ എന്താണ് കരുതാൻ, എന്ത് പ്രശ്നമാണുള്ളത് എന്ന് അമ്മമാർ പോലും കരുതുന്നു. അടിവരയിടണം, അമ്മമാർ പോലും കരുതുന്നു. അപ്പൊ അതായത് ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ ഇതിനോട് താതാത്മ്യപ്പെട്ടാൽ ഈസിയസ്റ്റ് ക്രൈം ടു കമ്മിറ്റ്, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഗുരുതരമായ മനുഷ്യ ജീവിതത്തിന്റെ നാരായ വേരിനെ തന്നെ പരിക്കേൽപ്പിക്കുന്ന ഒരു സങ്കല്പമാണ്. അതായത് മനുഷ്യർക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള സംരക്ഷിത അതിർത്തികൾ അതില്ലാതാക്കി കളയും. അതിൽ വെച്ചിട്ടുള്ള അതിർത്തികളെ ലംഘിച്ചത് കൊണ്ടാണ് പിന്നീട് നമുക്ക് ആണും പെണ്ണും തമ്മിലുള്ള ചർച്ചകൾ കേൾക്കേണ്ടി വരുന്നത്. അവിടെ പറയുന്നത് മനുഷ്യരുടെ സെക്ഷൽ ഓറിയന്റേഷൻ, ലൈംഗിക ആഭിമുഖ്യങ്ങൾ മനുഷ്യരിൽ അവരുടെ ശാരീരിക ഘടനയ്ക്കനുസരിച്ച് അവരുടെ മാനസിക ഘടനയ്ക്കനുസരിച്ചൊക്കെ ഉണ്ടാവും.
ഇസ്ലാം പറയുന്നു ഉണ്ടായിക്കോട്ടെ. മനുഷ്യർക്ക് അങ്ങനെ പല താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. മനുഷ്യർക്ക് പലതിനോട് ആകർഷണം ഉണ്ടാവും. മനുഷ്യർക്ക് പലതിലും തോന്നലുകൾ ഉണ്ടാവും. തോന്നലില്ല എന്നല്ല ഇസ്ലാം പറയുന്നത്. ഇസ്ലാം പറയുന്നത് അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ ആണിനോട് ആകർഷണമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. പെണ്ണിനോട് ആകർഷണമുള്ള ആളുകളുണ്ടാവും. ഇത് നമ്മുടെ സ്കൂളുകളുടെയും NSS ക്യാമ്പുകളുടെയും ഒക്കെ വിഷയമായിരിക്കുന്നതുകൊണ്ടാണ് ഞാനിത് നേരിട്ട് നിങ്ങളോട് പറയുന്നത്. അപ്പോ വ്യക്തിയിൽ പ്രകൃതിപരമായി തന്നെ നിലീനമായിട്ടുള്ള ആണിന് പെണ്ണിനോടും പെണ്ണിനാണിനോടും തന്നെയുള്ള ആകർഷണം. നമ്മൾ സാധാരണ ഹെട്രോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന എതിർലിംഗത്തോടുള്ള ഈ ആകർഷണം തന്നെയും പരിധിയില്ലാതെ പറ്റുമോ? ഇസ്ലാം പറയുന്നു പറ്റില്ല. അതുകൊണ്ടാണ് ഇന്നല്ലാഹ അമറനാ ബിന്നിക്കാഹ് വനഹാന അനിസ്സിഫാഹ്. അള്ളാഹു നിക്കാഹ് കൊണ്ട് നിങ്ങളോട് കൽപ്പിക്കുകയും സിഫാഹിൽ നിന്ന്, സിഫാഹ് എന്ന് പറഞ്ഞാൽ ശരിക്കും നിക്കാഹ് എന്ന് പറഞ്ഞാൽ ശാരീരിക ബന്ധത്തിന് പറ്റുന്ന അവസ്ഥ എന്നാണ്. നക്കഹ എന്ന് പറഞ്ഞ അറബി പദത്തിന് തന്നെ അർത്ഥം ഫിസിക്കൽ റിലേഷന് പറ്റുന്ന ഉടമ്പടി എന്നാണ്. വനഹാന അനിസ്സിഫാഹ്, മറ്റുള്ള എല്ലാ മ്ലേച്ഛ വഴികളെയും ഇസ്ലാം അടച്ചു കളയാണ് ചെയ്യുന്നത്. ഷേഖ് യൂസുഫ് അൽ ഖർളാവി അദ്ദേഹത്തിന്റെ മജ്മുഅ ഫത്താവയിൽ, അദ്ദേഹത്തിന്റെ ഫത്വകളുടെ സമാഹാരത്തിൽ ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. സിറിയയിലെയോ ഈജിപ്തിലെയോ ഒരു കോടതി അവിടെ ഇസ്ലാം ബഹുഭാര്യത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇസ്ലാം ബഹുഭാര്യത്വത്തെക്കുറിച്ച് പറയുന്നത് ഏത് കോണ്ടെക്സ്റ്റിലാണ്, ഏത് സന്ദർഭത്തിലാണ് എന്നുള്ളത് ഇസ്ലാമിനെ ഒരു സാമാന്യം പഠിച്ച ആളുകൾക്കൊക്കെ മനസ്സിലാവും. അതായത് ഒരാളുടെ മറ്റൊരു സ്ത്രീയുമായുള്ള ബന്ധം കൂടി വന്നാൽ അത് ദാമ്പത്യവും അതുപോലെ തന്നെ വൈവാഹികവുമായ ബന്ധമായിരിക്കണം. ഒരാളുമായുള്ള ബന്ധമുണ്ടായാൽ അത് അവരുടെ തന്നെ അനന്തരാവകാശ സ്വത്തിലും അതിലൊരു കുട്ടി ഉണ്ടായാൽ പോലും ഇയാളുടെ സ്വത്തിൽ പോലും അർഹതയും അവകാശവുമുള്ള രീതിയിലാണ് ഇസ്ലാം സ്ത്രീയെ സംരക്ഷിച്ചിട്ടുള്ളത്. ഷേഖ് യൂസുഫ് അൽ ഖർളാവി അദ്ദേഹത്തിന്റെ മജ്മുഅ ഫത്താവയിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സമാഹാരത്തിൽ പറയുന്നുണ്ട്, സിറിയയിൽ ഒരു കോടതിയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പുരോഗമന കോടതിയിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒരാൾക്ക് നുണ പറയേണ്ടി വന്നു എന്നാണ്. അതായത് നിങ്ങൾക്ക് 4 ഭാര്യമാരുണ്ടായാൽ അതല്ലെങ്കിൽ 2 ഭാര്യ ഉണ്ടായാലും അവിടെ ക്രിമിനൽ, അത് ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് പറയുന്ന സ്ഥലങ്ങളുടെയൊക്കെ അവസ്ഥയുണ്ടത്. അതായത് 2 ഭാര്യമാർ നിങ്ങൾക്കുണ്ടായാൽ അത് വലിയ പ്രശ്നം. അതേസമയം നിങ്ങൾക്ക് ഒരു ഭാര്യ ലീഗലായി ഉണ്ടാവുകയും നിങ്ങൾക്ക് അവിഹിതമായി എത്ര സംസർഗങ്ങളോ എത്ര ബന്ധങ്ങളോ മറ്റുള്ളവരുമായി ഉണ്ടായാലും അതൊരു പ്രശ്നമല്ലാതെയും ഇരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ മറ്റ് ഭാര്യയെക്കുറിച്ച് ഒരു ഫത്വയിലാണ് ഇത് വരുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഒരാൾ കള്ളം പറയുന്ന അവസ്ഥയെ ഷേഖ് ഖർളാവി കോട്ട് ചെയ്യണം. എൻ്റെ രണ്ടാമത്തേത് ഭാര്യയല്ല, എൻ്റെ രണ്ടാമത്തേത് എൻ്റെ അനധികൃതമായ എൻ്റെ ബന്ധമാണ്, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. അതോടുകൂടി കോടതി അയാളെ വെറുതെ വിടണം. അതായത് ഇസ്ലാമികമായി ഒരു മനുഷ്യന് ബഹുഭാര്യത്വത്തിനുള്ള അർഹത തന്നെയും ഇസ്ലാം കൊടുക്കുന്നത്. അതിനെക്കുറിച്ചും ഫവാഹിദ എന്ന് പറയുന്നത്. അപ്പൊ മറ്റൊരു സ്ത്രീയിലേക്ക് പോകുന്നതിന്, ഒരൊറ്റ സ്ത്രീയിൽ നിങ്ങൾക്ക് അതിൽ നീതി പാലിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് ഇന്ന കണ്ടീഷനുകൾ പാലിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾക്ക് മസ്ന വ സുലാസ വ റുബ, അത് ആണിനെക്കുറിച്ചും പെണ്ണിനെക്കുറിച്ചൊക്കെ പറയുന്നിടത്ത് അവരുടെ ഒരു കപ്പാസിറ്റിയുമായി ബന്ധപ്പെടുത്തിയെടുത്തും അതുപോലെ തന്നെ സംരക്ഷണയുമായി ബന്ധപ്പെടുത്തിയെടുത്തും ഒക്കെ പുരുഷനുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു അവന് മസ്ന വ സുലാസ വ റുബ, വേണമെങ്കിൽ 2, 3, 4, അത് കൂട്ടിവെച്ചതല്ല. അറബികൾ ലക്കും ലഗാനുമില്ലാതെ ഇഷ്ടപൂർവം നിർബാധം 100ഉം 200ഉം ഒക്കെ രഹസ്യമായി തങ്ങളുടെ അവിഹിതങ്ങളെയും വിവാഹബന്ധങ്ങളെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്ന സമയത്ത് ഇസ്ലാം പറഞ്ഞു ഫവാഹിദ, നിങ്ങൾ ഒരു വിവാഹം കഴിക്കുക. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഒരു അതിർത്തി വെച്ചുകൊണ്ട് പറഞ്ഞു മസ്ന വ സുലാസ വ റുബ, അതിൻ്റെ അവസാനത്തെ ഒരു അതിർത്തി 4ആണ്. ഇപ്പൊ ഇസ്ലാമിന് നേരെയുള്ള ഈ ചെളിവാരി എറിയലുകൾ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ധാർമ്മിക സദാചാര മൂല്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് 6-ാം നൂറ്റാണ്ടിലെ പർദ്ദക്കുള്ളിൽ അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീത്വത്തെക്കുറിച്ച് പറയുന്നവർ യഥാർത്ഥത്തിൽ ഈ അവിഹിത ബന്ധങ്ങളിൽ, തെറ്റായ വ്യഭിചാര ബന്ധങ്ങളിൽ
വഴങ്ങിക്കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് മനസ്സിലാക്കുന്ന സ്ത്രീയുടെ ഉടലിനെ വിൽപ്പന ചരക്കാക്കുന്ന ഈ സംസ്കാരത്തിൽ നിങ്ങൾ എന്താണ് ഈ ബന്ധങ്ങൾക്ക് ന്യായമായി പറയുന്നത്? അവസരം കൊടുക്കാമെന്നോ? അതല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളാകാമെന്നോ? കേരളത്തിൽ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ സ്ത്രീകൾ ഇറങ്ങി വന്ന് വിമൻസ് കളക്റ്റീവ് ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ് കേരള സംസ്ഥാനം. ആലോചിക്കണം നിങ്ങൾ. അതായത് അവരുടെ മേഖലയിൽ നിന്ന് തന്നെ ആളുകൾ ഇറങ്ങി വന്നിട്ട് ഞങ്ങൾക്ക് വേറെ തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടായാൽ മാത്രമേ ഞങ്ങളുടെ ഒരു കാര്യം പറയാൻ പറ്റൂ. അവരുടെ കൂട്ടത്തിലെ ഒരാൾ അതിക്രൂരമായി മാനഭംഗം ചെയ്യപ്പെട്ടിട്ട് അതിൻ്റെ പേരിൽ അനുകൂലിച്ച് സംസാരിച്ചതിൻ്റെ പേരിൽ അങ്ങനെയെങ്കിൽ പിന്നീട് ചാൻസുകളും ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ ചാൻസിനെ കുറിച്ചും സിനിമയെ കുറിച്ചും വേറെ തന്നെ പറയുന്നുണ്ട്. കാരണം അതൊരു ലിബറൽ പ്രൊഡക്റ്റാണ്. ആ മേഖലയിലെ ഇസ്ലാമിക ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനല്ല നമ്മൾ ഈ പറയുന്നത്. ആ മേഖല കൂടിയും ലിബറൽ കാഴ്ചപ്പാടിൻ്റെയും ജീവിത രീതിയുടെയും ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അതായത് തങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അശ്വറാഉ യത്തബിഹുമുൽ ഗാവൂൻ അലം തറ അന്നഹും ഫീ കുല്ലി വാദിൻ യഹീമൂൻ വഅന്നഹും യഖൂലൂന മാ ലാ യഫ്അലൂൻ. സൂറത്ത് ഷൂറാന്റെ അവസാനം. അന്ന് ഈ സ്ഥാനത്തുണ്ടായിരുന്ന സമൂഹത്തിലെ സാഹിത്യ കേസരികൾ, സാംസ്കാരിക നായകരെന്നൊക്കെ പറയുന്ന ഇന്ന് ഈ സിനിമാ നടന്മാർക്കും നടിമാർക്കും ഒക്കെ ഉള്ള സ്ഥാനം അലങ്കരിച്ചിരുന്ന കവികളെ കുറിച്ച് ഖുർആൻ പറയാം. ഖുർആനിലൊരു സൂറത്തിന്റെ പേര് തന്നെ കവികൾ എന്നാണ്. ആ കവികളെ കുറിച്ച് അല്ലാഹ് പറയാം, അശ്വറാഉ യത്തബിഹുമുൽ ഗാവൂൻ. ഇത്തരത്തിലുള്ള കുറെ ലക്ഷണം കെട്ട കവികളുണ്ട്. ഈ കവികളെ പിന്തുടരുന്നത് അൽ ഗാവൂൻ, വഴിപിഴച്ച ആളുകളാണ്. അലം തറ അന്നഹും ഫീ കുല്ലി വാദിൻ യഹീമൂൻ. എല്ലാ മലയടിവാരങ്ങളിലൂടെയും താഴ്വാരകളിലൂടെയും ഒക്കെ ഇവർ കയറിയിറങ്ങി പോകുന്നത് നിങ്ങൾ കാണുന്നില്ല. അവരിങ്ങനെ ഏകാന്ത പതികരായിട്ട് ഇങ്ങനെ നടക്കും. വഅന്നഹും യഖൂലൂന മാ ലാ യഫ്അലൂൻ. പറയുന്നതൊന്നും ജീവിതത്തിൽ ഇല്ലാത്ത പരികൽപ്പനകളിലും കാവ്യഭംഗിയിലും കാൽപ്പനിക ഭംഗിയിലും ഒക്കെ ഇങ്ങനെ എഴുതുമ്പോൾ ഈ കവിയുടെ കവിതയാണ് കേട്ടോ കവിത എന്നങ്ങോട്ട് തോന്നും. അള്ളാഹ് ആ സമയത്തുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് അതിനുശേഷം ഒരു ഭാഗത്ത് അള്ളാഹ് ഒഴിവാക്കി, ഇല്ലല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ എല്ലാ കവികളെ കുറിച്ചല്ല പറഞ്ഞത്. അന്നുണ്ടായിരുന്ന ഒരു സാംസ്കാരിക വിനിമയ മേഖല എന്നുള്ള നിലയിൽ അന്ന് സമൂഹത്തിലെ അദ്വിതീയമായ സ്ഥാനമുണ്ടായിരുന്ന ആളുകൾ, അവരെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, ഇവരിൽ പല ആളുകളും അലം തറ അന്നഹും ഫീ കുല്ലി വാദിൻ യഹീമൂൻ വഅന്നഹും യഖൂലൂന മാ ലാ യഫ്അലൂൻ. ജീവിതമായിട്ടോ ഇവർ പരസ്യം ചെയ്യുന്നതുമായിട്ടോ അഭിനയിക്കുന്നതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. അതുകൊണ്ടാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം കവിയായിരുന്നു. ലബീദ് ഇബ്നു റബീഅ കവിയായിരുന്നു. ജാഹിലിയ കാലത്തെ വലിയ കവിയായിരുന്നു ലബീദ് ഇബ്നു റബീഅ ഉമർ റളിയല്ലാഹു അൻഹു മുന്നിൽ വെച്ചുകൊണ്ട് പിന്നീട് അദ്ദേഹം മുഹ്ലറം എന്ന് പറഞ്ഞാൽ ഒരേ സമയം ജാഹിലിയ കാലത്തും പിന്നീട് റസൂലിന്റെ കാലത്തും ജീവിക്കാൻ അവസരം കിട്ടിയ ആളുകളെ കുറിച്ചാണ് മുഹ്ലറം എന്ന് പറയാം. അവരിൽപ്പെട്ടൊരു കവിയായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാനത്തെ വരി ഇതാണ്, അൽഹംദുലില്ലാഹില്ലദീ ലം യഅ്തിനി അജലി ഹത്തക്തസൈതു മിനൽ ഇസ്ലാമി സിർബാലാ. ഞാൻ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇസ്ലാമിന്റെ ഹിദായത്ത് കിട്ടിയിട്ട് ആ ഇസ്ലാമിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് എനിക്കിതൊക്കെ പറയാൻ അവസരം തന്ന പടച്ചവനെ നിനക്ക് സ്തുതി. അൽഹംദുലില്ലാഹില്ലദീ ലം യഅ്തിനി അജലി. അതിനു മുമ്പ് എൻ്റെ മരണം സംഭവിപ്പിക്കാതിരുന്ന പടച്ചവനെ നിനക്ക് ശുക്ർ. അപ്പൊ ഇത് പറഞ്ഞെന്തിനാണെന്ന് ചോദിച്ചാൽ എല്ലാ മേഖലയിലും അപ്പൊ നമുക്ക് ഈ കലാ സാംസ്കാരിക മാധ്യമങ്ങളൊക്കെ വേണം. ഇസ്ലാമൊക്കെ പറയുന്നതൊക്കെ വേണം, കാരണം സമൂഹവുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളും. പക്ഷേ ഇതിനു വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ, ഇതിനു വേണ്ടി ഓരോരുത്തരുണ്ടാക്കിയിട്ടുള്ള തിണ്ണമിടുക്കുകൾ, അതല്ലെങ്കിൽ അവിടേക്കുള്ള അർഹതകൾ അനർഹതകൾ, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് ഈ റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്ന ആളുകളല്ല. അതിന് സാമൂഹികമായ നന്മകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് സമൂഹത്തിന്റെ ക്രിയാത്മകമായ മുന്നോട്ട് പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധകന്റെ വേഷത്തിൽ ആദ്യമായി നുബൂവത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് സൊഫാക്കുന്നിന്റെ മേലെ തന്നെ കയറിയ. സൊഫാക്കുന്ന് അന്നത്തെ ഈ വാർത്താ ചാനലാണ്.
സഫാക്കുന്ന് അന്നത്തെ വാർത്താ ചാനലാണ്. കാരണം ആരും മക്കയിൽ ആദ്യത്തെ കാര്യം പറയാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിൽക്കുക സഫാക്കുന്നിന് മേലെയാണ്. സഫാക്കുന്നിന് മേലെ കയറി നിൽക്കുമെന്ന് മാത്രമല്ല, നഗ്നനായിട്ടാണ് കയറി നിൽക്കുക. കാരണം ആളുകളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ കയറി നിന്നിട്ടാണ് വാ മുഅ്തസിമയും എല്ലാവരും ജനങ്ങളെ ശ്രദ്ധിക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് കയറി നിൽക്കുന്ന മിമ്പർ അതായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയാണ് കയറിയത്. പക്ഷെ റസൂലിന് വസ്ത്രം ഉണ്ടായിരുന്നു. അതാണ് ഇസ്ലാമിന്റെ സാംസ്കാരികമായ വ്യത്യാസം എന്ന് പറയുന്നത്. ഉടുക്കാനുള്ളതിന്റെ പരസ്യം ഉരിഞ്ഞിട്ട് വരുന്ന കാലമാണിത്, അല്ലെ? ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഉടുക്കാനുള്ളതാണ്. പക്ഷെ ഡ്രസ്സിന്റെ പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ഉടുക്കാനുള്ളതല്ലായിരിക്കും. എല്ലായിടത്തും ഉടലഴകുകൾ, സ്ത്രീയുടെ സംരക്ഷണത്തെ, ഇസ്ലാമിന് നേരെയുള്ളവരുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ത്രീയെ അടിച്ചമർത്തുന്നതാണ്. ഇവരൊക്കെ സ്ത്രീയെ രക്ഷിച്ച് എവിടെയൊക്കെ കൊണ്ടുപോയത് എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് മാത്രമേ ഇപ്പൊ ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. എവിടേക്കാണ് നമ്മളുടെ കുട്ടികളോട്, പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത തലമുറയിലുള്ള കുട്ടികളോട് പ്രത്യേകിച്ച് അവരോട് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം അവരുടെ മുന്നിലുള്ളത് കാഴ്ചകളാണ്. ഇപ്പൊ മുമ്പിലുള്ളത് വെറും കാഴ്ച മാത്രമല്ല, അഴകിൻ്റെ അങ്ങേറ്റത്തെ പ്രദർശനമാണ്. ഇത് മാത്രമാണ് ജീവിതമെന്നും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ അകമ്പടിയില്ലാതെ എന്നെ പ്രദർശിപ്പിക്കുക അസാധ്യമാണെന്ന് കരുതുന്ന കൊച്ചുമക്കൾ പോലുള്ള ഒരവസ്ഥയിലാണ് നമ്മുടെ വീടകങ്ങൾ പോലും വരുന്നത്. അവരുടെ താരാരാധനയ്ക്കും വീരപരിവേഷത്തിനും ഒക്കെ അർഹരായ ആളുകളുടെ ജീവിതമാണ് ഇങ്ങനെ ഓരോന്നോരോ. നിങ്ങളെല്ലാവരുടെ ജീവിതം എടുത്തു നോക്കും. അവിടെയാണ് നമുക്ക് ഇസ്ലാമികമായി ഇത് പെണ്ണിനോട് മാത്രമുള്ള, ഞാൻ ഓതി വെച്ച ആയത്ത് പെണ്ണിനോടുള്ള ആയത്തല്ല. അള്ളാഹ് പറയുന്നത് കുല്ലിൽ മുഅ്മിനീൻ, അള്ളാഹു പറയാ കുൽ റസൂലേ നീ അവരോട് പറയൂ, ലിൽ മുഅ്മിനീന യഗുല്ലു മിൻ അബ്സാരിഹിം, അവര് ദൃഷ്ടി താഴ്ത്തട്ടെ, വയഹ്ഫളു ഫുറൂജഹും, അവർ അവരുടെ ഗുഹ്യാവയവങ്ങളെ സംരക്ഷിക്കട്ടെ, ദാലിക അസ്കാ ലഹും, അതാണ് അവർക്ക് വിശുദ്ധിക്ക് നല്ലത്. കാരണം ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, അവർ ചെയ്യുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവൻ അല്ലാഹ്. ഇപ്പൊ നമ്മളുടെ ജീവിതവുമായി, നമ്മളുടെ കുടുംബ സദാചാരവുമായി, നമ്മുടെ രഹസ്യ മിടിപ്പുകളുമായി ബന്ധപ്പെടുത്തി തന്നെയുള്ള മനുഷ്യന്റെ കാര്യത്തിൽ ഒരിക്കലും ജാമ്യം നിൽക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളാണ് സാമ്പത്തികമായ ക്രൈമും സദാചാരമായ ക്രൈമും. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. ഒരാൾക്ക് ഞാൻ ആ തെറ്റ് ചെയ്യില്ല എന്ന് ആ തെറ്റ് ചെയ്യുന്നത് വരെ ഉറപ്പ് പറയാൻ പറ്റാത്ത രണ്ട് കേസുകളേ ഉള്ളൂ. ഒന്ന് ലൈംഗികമായ വൈകൃതം, മറ്റൊന്ന് സാമ്പത്തികമായ കുറ്റകൃത്യം. അതിനുള്ള അവസരം കിട്ടിയാൽ മനുഷ്യൻ ചെയ്തിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും അയാളുടെ ഈമാൻ രക്ഷിക്കുന്നു, ഈമാനൊന്നും രക്ഷിച്ചൊന്നും വരില്ല. അതിനുള്ള അവസരം ഉണ്ടാവരുത്. 1000 ഉറുപ്പ്യ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾ എടുക്കുമായിരിക്കില്ല. പക്ഷെ ആരും അറിയാതെ 1 കോടി ഉറുപ്പ്യ കിട്ടാൻ വകുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നവർ വളരെ കുറവായിരിക്കും. അതിനുള്ള അവസരം ആരും അറിയാത്ത ഒരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇത് തന്നെയാണ് സയ്യിദുനാ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞ വമാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സല അമ്മാറത്തും ബിസു, ഞാൻ എന്നെ അതിവിശുദ്ധനായിട്ടൊന്നും മനസ്സിലാക്കുന്നില്ല, കാരണം എൻ്റെ മനസ്സ് തന്നെ തെറ്റ് ചെയ്യാനാണ് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സയ്യിദുനാ യൂസുഫ് അലൈഹി സ്വലാം പറയുന്നുണ്ടെങ്കിൽ, ചെറുതല്ലാത്ത സദാചാര ബോധത്തിൻ്റെ അകമ്പടി നമ്മളുടെ പുതുതലമുറക്ക് ആവശ്യമായി വരും. പൊയ്മുഖങ്ങളുമായി നമുക്ക് മുന്നിലുള്ള ഇത്തരം കപടനാട്യക്കാർ, സാംസ്കാരിക നായകന്മാർ, സിനിമാ ലോകത്തെ റോൾ മോഡലുകൾ, അവരെ മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കാനുമുള്ള സന്ദർഭമായിട്ട് കൂടി ഇതിനെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കാര്യങ്ങളെ സത്യവും അസത്യവും, ഹക്കും ബാത്തിലും, നമ്മൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്, പടച്ചവനോട് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ, അല്ലാഹുമ്മ അരീനൽ ഹഖ ഹഖ, പടച്ചവനെ ഹക്കിനെ ഹക്കായി കാണാനുള്ള കഴിവ് ഞങ്ങൾക്ക് തരണം. അരിനൽ ബാത്തില ബാത്തില, ബാത്തിലുണ്ടല്ലോ, ബാത്തിലിനെ കണ്ടു കഴിയുമ്പോൾ അതിൽ കൗതുകം തോന്നരുത്, ബാത്തിലിനെ ബാത്തിലായി കാണാനുള്ള കഴിവ് ഞങ്ങൾക്ക് തരണം. വർസുഖ്ന ജിത്തിനാബ, ആ ബാത്തിൽ നിന്ന് അകന്നു നിൽക്കാനുമുള്ള കഴിവും ഞങ്ങൾക്ക് തരണം. ഇത് നമ്മളുടെ കുടുംബത്തിലെങ്കിലും, നമ്മളുടെ ചുറ്റുപാടിലെങ്കിലും, നമ്മളുടെ സ്വാധീന വലയത്തിലെങ്കിലും ഉറപ്പുവരുത്താൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും കഴിയേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഏറ്റവും നല്ല നന്മയിലേക്ക് നമ്മളുടെ അടുത്ത തലമുറ അള്ളാഹു നയിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
الحمد لله الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل وسلم وبارك على رسولك محمد وعلى آل محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. عباد الله وإماء الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم ربنا آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم يا ربنا طهر قلوبنا من النفاق وأعمالنا من الرياء وألسنتنا من الكذب وأعيننا من الخيانة فإنك تعلم خائنة الأعين ما تخفي الصدور. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى على خليل محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. قوموا للصلاة.